അപ്പോൾ നമ്മൾ ആദ്യ റിപ്പോർട്ടിലേക്ക് പോകുന്നു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ബജറ്റ് എന്ത് ചലനമുണ്ടാക്കും? ഭൂനികുതി കുത്തനെ കൂട്ടി എന്നതാണ് ഏറ്റവും പ്രധാനം. കോടതി വ്യവഹാരങ്ങൾക്കും ചെലവേറും. അതേസമയം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബജറ്റ് കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നുണ്ട്. ഒരു ഗഡു ക്ഷാമബദ്ധ കൂടി സർക്കാർ പ്രഖ്യാപിച്ചു. ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം നൽകും എന്നാണ് ബജറ്റ് പറയുന്നത്. എന്നാൽ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പലരും കരുതി, പക്ഷേ അതുണ്ടായില്ല. തുടർച്ചയായ 5ാം ബജറ്റിലും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ക്ഷേമ പെൻഷൻ ഉയർത്തിയില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്നൊരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. സർ, സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ഭൂനികുതി പരിഷ്കരണത്തിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള നികുതി സ്ലാബുകളിൽ 50% വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിസ്ഥാന നികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ഒരാറിന് 5 രൂപ എന്നുള്ളത് 7.5 രൂപയായി മാറും. ഉയർന്ന സ്ലാബ് നിരക്കായ ഒരാറിന് 30 രൂപ എന്നുള്ളത് 45 രൂപയായും മാറും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കുമെന്നാണ് ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനം. വിലയനുസരിച്ചായിരിക്കും നികുതിയിൽ മാറ്റം വരിക. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 10% നികുതിയും, ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ബാറ്ററി റെൻറ്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 10% നികുതി ഈടാക്കുന്നതാണ്. ഈ നികുതി വർധനയിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 8% നികുതിയും, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 10% നികുതിയും ഈടാക്കും. ഈ നികുതി വർധനവിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതിയും പരിഷ്കരിച്ചിട്ടുണ്ട്. 15 വർഷം കഴിഞ്ഞ ബൈക്ക്, മുച്ചക്ര വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് വർഷത്തിലും ക്ഷേമ പെൻഷൻ കൂട്ടുന്ന പ്രഖ്യാപനമില്ലാത്ത സംസ്ഥാന ബജറ്റായിരുന്നു ഇന്ന് അവതരിപ്പിച്ചത്. 2021 ധനമന്ത്രി തോമസ് ഐസക്കാണ് ക്ഷേമ പെൻഷൻ 1600 രൂപയായി കൂട്ടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF പ്രകടന പത്രികയിൽ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 2ാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ക്ഷേമ പെൻഷൻ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. ഈ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ ഇക്കുറി 100 രൂപയെങ്കിലും കൂട്ടുമെന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചു. എന്നാൽ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിനാണ് മുൻഗണനയെന്ന കാഴ്ചപ്പാടാണ് ബജറ്റിൽ അവതരിപ്പിച്ചത്. 2ാം പിണറായി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് 50,000 കോടി രൂപയെങ്കിലും ക്ഷേമ പെൻഷനായി നൽകും. 2011-16 സർക്കാരിൻ്റെ 5 വർഷക്കാലം സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത് 10,700 കോടി രൂപയുടെ 5 ഇരട്ടിയോളം വരും ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കാൻ കഴിയാത്തതിന് ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേന്ദ്ര നയങ്ങൾ മൂലമുണ്ടായ വെട്ടിക്കുറവാണ് തടസ്സമെന്നും ധനമന്ത്രി വിശദീകരിച്ചു. LDFന്റെ പ്രകടന പത്രിക 2500 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. LDFന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് കേരളത്തിന് ഇത്രയേറെ നമ്മുടെ പണം വെട്ടിക്കുറയ്ക്കുന്ന പരിപാടിയില്ലായിരുന്നു അവിടെ. അതിനുശേഷമാണ് 50,000 കോടിയിലധികം രൂപ വെട്ടിക്കുറച്ചത്. 24 തിരുവനന്തപുരം. ഈ ബജറ്റിനോട് എങ്ങനെയാണ് പൊതുജനം പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ജനവിരുദ്ധമായ ബജറ്റാണ്. ഇത് തള്ളിക്കളയണമെന്നാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റാണ്. ഇനി വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമേ അവർക്ക് കഴിയുള്ളൂ. എന്നിട്ട് പോലും ജനക്ഷേമപരമായിട്ടുള്ള, അതുപോലെ ഞങ്ങളെ പോലത്തെ ജീവനക്കാരെ, അധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധിയുള്ള സാധനങ്ങളുടെ വില നിലവാരം ഗണ്യമായി വർദ്ധിച്ചു. 19% ഞങ്ങൾക്ക് ക്ഷാമബത്ത കിട്ടാനുണ്ട്. അതൊക്കെ കൊടുത്തു തീർക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ബജറ്റിൽ ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ 2024 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെക്കേണ്ടത്. 2025 ആയിട്ടും കമ്മീഷനെ പോലും വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. 5 വർഷം കൂടുമ്പോഴാണ് ഇത് പരിഷ്കരിക്കേണ്ടത്. ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കാലെ പറയുന്നത് കൊണ്ട് ജനങ്ങളിലേക്ക് ആ പ്രയോഗത്താൽ കിട്ടുന്ന കാണുന്നില്ല. ആ വാക്കുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പിന്നെ വിലവർധനകൾ ജനങ്ങൾക്ക് ഉതകുന്ന സാധനം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൂടെ നടന്നിട്ടില്ല. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ പൊതുവെ ജനങ്ങൾ ചോദിക്കുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ജനങ്ങളെ ശ്രദ്ധപ്പെടുന്നില്ല. അതാണിപ്പോൾ പ്രശ്നം. ഇനിയിപ്പം നമ്മൾ നാളെ പേപ്പർ വായിച്ചെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ള വിഷയങ്ങളെ പറ്റിയിട്ട് ഉള്ളടക്കം മനസ്സിലാവണമെങ്കിൽ നാളെ പേപ്പർ വായിക്കണം. സാധാരണ ഉപകാരപ്പെട്ട എന്തെങ്കിലും ക്ഷേമനിധി കൂട്ടുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതൊന്നും വന്നില്ല.
ബജറ്റ് ഇങ്ങനെ അവതരിച്ച് പോകൊണ്ട് നല്ല ജനങ്ങൾക്കായിട്ടൊരു ഉപകാരമുള്ളൊരു ബജറ്റ് വന്നില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ഗവൺമെൻറ് നൽകേണ്ടുന്ന എല്ലാ സേവനങ്ങൾക്കും 10 മടങ്ങ് സേവന ഫീസുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഈ കാലത്ത് കണ്ടുവരുന്നത്. അതുമാത്രമല്ല, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വിലക്കയറ്റം അതിൻ്റെ പാരമ്യതയിലെത്തി നിൽക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾ വളരെ വില കുറച്ച് നൽകേണ്ടുന്ന സപ്ലൈകോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ നോക്കുകുത്തികളാക്കുകയും ഗവൺമെൻറ് പൊതുവിപണിയിൽ ഇടപെടുന്ന സാഹചര്യങ്ങളെ നിലവിലില്ല. ആ സാഹചര്യത്തിലാണ് സാധാരണക്കാരുടെ നികുതി ഉൾപ്പെടെ വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ GST വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്രവും കേരളവും ഒരേപോലെ പിഴിയുന്നതിന് പുറമെ ഉൽപ്പന്നങ്ങൾക്ക്, ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പോലുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയ തോതിലുള്ള നികുതിയും സാധാരണക്കാരെ വലിക്കുന്നത് തന്നെയാണ്. അങ്ങനെ ആ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. ധാരാളം പ്രേക്ഷകർ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഈ ബജറ്റിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിൽ പ്രസാദ് പി അദ്ദേഹം പറയുന്നു, 100 കോടി രൂപ ഭൂനികുതി ഇനത്തിൽ കൂടുതൽ പിരിച്ച് 100 കോടിയുടെ കാറുകൾ വാങ്ങുന്നു. അതായത് ഈ പഴയ കാറുകൾ, സർക്കാർ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാൻ ബജറ്റിൽ ഒരു നിർദ്ദേശമുണ്ട്. അതിന് 100 കോടി മാറ്റിവെച്ചതാണ് അദ്ദേഹം ഭംഗേന്ദ്രനെ സൂചിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ആ നിലയിൽ ധാരാളം ഈ ക്ഷേമ പെൻഷൻ തട്ടിയ സർക്കാർ ജീവനക്കാരെ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ധാരാളം പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഈ ക്ഷേമ പെൻഷൻ കൂട്ടാതിരുന്ന സാഹചര്യം സർക്കാർ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നു. LDF വരും, എല്ലാം ശരിയാകും, എല്ലാവർക്കും എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ആവശ്യത്തിന് മേടിച്ചോളൂ എന്ന് പരിഹസിക്കുന്നു വർഗീസ്. സാധാരണക്കാർക്ക് എന്ത് കിട്ടും എന്നാണ് ബിന്ദു പി നായർ ചോദിക്കുന്നത്. അതുപോലെ അതിജീവനം ഭരിക്കുന്നവർക്കും സാധാരണക്കാർക്ക് ഇല്ല, അത് ഭരിക്കുന്നവർക്ക് മാത്രമാണ് അതിജീവനം എന്ന് പറയുന്നു. കാര്യമായ വരുമാനമില്ലാത്ത ഒരു സംസ്ഥാനം ബജറ്റ് ദിവസം അത്ഭുതം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നാണ് ദിലീപ് PC പറയുന്നത്. ഇതാണോ പൊതുജനം പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ധാരാളം ആളുകൾ ഈ ബജറ്റിനെ പറ്റിയുള്ള അവരുടെ പ്രതികരണങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട്. ഒട്ടുമിക്കതിലൂടെയും നമ്മൾ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പലതും രാഷ്ട്രീയ സ്വഭാവമുള്ള വിമർശനങ്ങൾ ഒക്കെ ഉണ്ട്, അതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ബജറ്റിൽ നിന്ന് മറ്റൊരു ദാരുണ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് വല്ലാതെ സങ്കടപ്പെട്ടതാണ് ആ വാർത്ത കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ ഒരു മാലിന്യക്കുഴിയിൽ വീണ 3 വയസ്സുകാരന് ദാരുണാന്ത്യം. രാജസ്ഥാൻ സ്വദേശികളുടെ മകൻ റിദ്വാൻ രാജു ആണ് മരിച്ചത്. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് കുട്ടി കയറി എന്നാണ് സിയാൽ വിമാനത്താവള കമ്പനി പറയുന്ന ന്യായം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പോലെ അതീവ സുരക്ഷാ മേഖലയിലാണ് ഒരു 3 വയസ്സുകാരന് ജീവൻ നഷ്ടമായത്. അതും മാലിന്യക്കുഴിയിൽ വീണ്. അതിദാരുണം, അപമാനകരം. ജയ്പൂരിൽ നിന്ന് 12 മണിയോടെയാണ് റിദ്വാൻ ജജുവിന്റെ കുടുംബം കൊച്ചി വിമാനത്താവളത്തിലെത്തിയത്. രക്ഷിതാക്കൾ ഭക്ഷണം കഴിക്കാൻ കയറിയതിനിടയിൽ കുട്ടിയെ കാണാതായി. തുടർന്ന് എയർപോർട്ടിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ വിവരമറിയിച്ചു. 10 മിനിറ്റ് നീണ്ട തെരച്ചിലിനൊടുവിൽ ഹോട്ടലിന് സമീപത്തുള്ള മാലിന്യക്കുഴിയിൽ കുട്ടിയെ കണ്ടെത്തി. കുട്ടിയുടെ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് ഓടി വന്നതാണ്. അപ്പോഴത്തേക്കും കുട്ടീനെ ടാങ്കിൽ നിന്ന് പുറത്തെടുത്തപ്പോഴത്തേക്കും CPR കൊടുത്തപ്പോഴത്തേക്കും കുറേ വേസ്റ്റും വെള്ളം കൂടെ അടക്കം കുട്ടിയുടെ വായിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുവാണെന്നുണ്ടായി. 4.5 അടി താഴ്ചയിലേക്ക് വീണ കുട്ടിയെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാലിന്യക്കുഴി തുറന്നിരുന്നതും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാത്തതുമാണ് അപകടത്തിലേക്ക് നയിച്ചത്. കാര്യങ്ങൾ അന്വേഷണം പ്രോപ്പറായിട്ട് നടക്കുന്നു, ഇത്രയും കാര്യം പറയാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ മാക്സിമം നോക്കുന്നു. ആഭ്യന്തര വിമാന സർവീസ് നടക്കുന്നിടത്തെ അന്നാസാറ കഫേക്ക് സമീപത്തായിരുന്നു അപകടം. ഈ മേഖലയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലെന്നാണ് കൊച്ചി വിമാനത്താവളത്തിന്റെ വിശദീകരണം. സംഭവസ്ഥലത്ത് പോലീസും ഫോറൻസിക്കും പരിശോധന നടത്തി. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സുരക്ഷാ മുന്നറിയിപ്പ് പാലിക്കുന്നതിൽ വിമാനത്താവളത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. വിശദമായ അന്വേഷണം നടക്കും. ഇനി ആർക്കും ഇത്തരത്തിലൊരു ദുരനുഭവം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടാകരുത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിമാനത്താവള കമ്പനി പറയുന്നു ഈ കുഞ്ഞ് വീണത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലത്താണ് എന്ന് പറയുന്നു. ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയുള്ള, ഇത്രയും നിരീക്ഷണ സംവിധാനങ്ങളൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞ് മാലിന്യക്കുഴിയിൽ വീണു. പക്ഷേ എത്രയോ സമയം കഴിഞ്ഞാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അതെവിടെ പോയി എന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് അതിൽ അന്വേഷിക്കട്ടെ. വളരെ സങ്കടപ്പെടുത്തിയ ഒരു ദാരുണ വാർത്തയായിരുന്നു ഉച്ചയ്ക്ക് വന്നത്.
നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ച എറണാകുളം കലൂർ ഐഡലി കഫേയിൽ സംയുക്ത പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ എറണാകുളം ACPയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. അവിടുന്ന് നിതിൻ, ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഒരു കൃത്യതയാർന്ന വിവരം ഈ ഘട്ടത്തിലും വന്നിട്ടില്ല. പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ ശാസ്ത്രീയ പരിശോധനയൊക്കെ വേണ്ടിവരും. അതുപോലെ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന് പറഞ്ഞിരുന്നു. എന്താണ് അതൊക്കെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, എന്തായാലും കലൂർ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഐഡലി കഫേയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. സംയുക്തമായിട്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പോലീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഫോറൻസിക്, കൂടാതെ PWD, അതോടൊപ്പം നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എറണാകുളം ACPയുടെ നേതൃത്വത്തിലാണ് പരിശോധന വൈകിട്ട് ഇവിടെ ആരംഭിച്ചത്. ഒരു വിശദമായ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും പൊട്ടിത്തെറിയുടെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പൊട്ടിത്തെറിയുടെ കാരണം കണ്ടെത്തിയുള്ള പരിശോധനകളാണ് ഇപ്പോഴും തുടരുന്നത്. എന്തായാലും ഇതിനുശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതിൽ കൃത്യമായ എന്താണ് പൊട്ടിത്തെറി സംബന്ധിച്ച് വിവരങ്ങൾ ഉണ്ടാകും. ഇന്നലെ വൈകിട്ട് 4-ഓടുകൂടിയാണ് സ്റ്റീമർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. ഉഗ്രശബ്ദത്തോടുകൂടിയാണ് കഫേയുടെ അടുക്കള പരിസരത്ത് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. പൊട്ടിത്തെറിയിൽ ഒരാൾ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പരിശോധന സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ പോലീസ് കൃത്യമായ വിവരങ്ങൾ നമ്മൾ പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. പരിശോധനയ്ക്ക് ശേഷം ഒരു വിശദമായ പരിശോധന ഇന്ന് തുടരും. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് തുടങ്ങിയ പരിശോധനകളാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. ACPയുടെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘം, അതോടൊപ്പം നഗരസഭാ അധികൃതർ, കൂടാതെ PWയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഐഡലി കഫേയിൽ തുടരുന്നത്. വിജയകുമാർ. യെസ്, പരിശോധന നടക്കുകയാണ്. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു വ്യക്തത വന്നിട്ടില്ല. പല സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരും. എന്തുകൊണ്ടാണ് അത്തരമൊരു അപകടം ഉണ്ടായത് എന്നറിയാൻ. അതിരപ്പള്ളിയിൽ കാട്ടാന റോഡിൽ ഇറങ്ങി പരിഭ്രാന്തി പരത്തിയിരിക്കുകയാണ്. ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയാണ് റോഡിൽ ഇറങ്ങിയത്. പടക്കം പൊട്ടിച്ച് ആനയെ വനംവകുപ്പ് വാച്ചർമാർ തൽക്കാലം തുരത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആശങ്ക തുടരുന്നുണ്ട് ആ മേഖലയിൽ. ആ ദൃശ്യങ്ങളിലേക്ക്. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, ഈ ആന ആ മേഖലയിൽ നിന്ന്, ജനവാസ മേഖലയിൽ നിന്ന് അകന്നു പോയോ? ഈ ഏഴാറ്റുമുഖം ഗണപതി സ്ഥിരമായി അവിടെ എത്തുകയും അതിലൂടെ ജനവാസ മേഖലയിലൂടെയൊക്കെ സ്ഥിരം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു ആനയാണല്ലോ. അപ്പോൾ ഈ നാട്ടുകാർ പടക്കമൊക്കെ പൊട്ടിച്ച് അതിനെ അവിടെ നിന്ന് തുരത്തിയിട്ടുണ്ടോ? വിജയകുമാർ, പടക്കം പൊട്ടിച്ച് ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആനയെ പൂർണ്ണമായും ആന ഇവിടെ നിന്ന് പോയി എന്ന് പറയാറായിട്ടില്ല. കാരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ആന ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഴാറ്റുമുഖം ഗണപതി പലപ്പോഴും ജനവാസ മേഖലയിൽ ഇറങ്ങാറുണ്ട്. പക്ഷെ ഇന്ന് വൈകുന്നേരം 5:45 വെറ്റിലപ്പാറയിലെത്തിയ ആന വലിയ രീതിയിൽ പരിഭ്രാന്തി പരത്തുകയായിരുന്നു. നിരവധി വാഹനങ്ങളടക്കം ഈ ആന തടഞ്ഞു. റോഡിൽ ഏറെ നേരം പരിഭ്രാന്തി പരത്തി. ഇതിന് പിന്നാലെയാണ് ഈ വനംവകുപ്പിന്റെ വാച്ചർമാർ തന്നെ ഗുണ്ടുപൊട്ടിച്ച് ആനയെ ഈ മേഖലയിൽ നിന്ന്, ജനവാസ മേഖലയിൽ നിന്ന് മാറ്റിയത്. നിലവിൽ ആന ഈ എണ്ണപ്പനത്തോട്ടമുള്ള പ്ലാന്റേഷനിലാണുള്ളത്. അവിടെ ആന നിലയുറപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നാൽ പോലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. വിജയകുമാർ. യെസ്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. പടക്കം പൊട്ടിച്ചൊക്കെയാണ് ആനയെ വനംവകുപ്പ് വാച്ചർമാർ തുരത്തിയത്. അത് ഏറെ സമയം റോഡിൽ ഇറങ്ങി അവിടെ എത്തിയ ആളുകളെ പരിഭ്രാന്തരാക്കിയിരുന്നു. പക്ഷേ തൽക്കാലം അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. തിരികെ വന്നുകൂടായികയില്ല. സുരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വയനാട് മാനന്തവാടി നഗരസഭയിലെ കൊയിലേരി പുതിയിടം അടിയ ഉന്നതിക്കാർ ഒരു റോഡിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. സ്വകാര്യ വ്യക്തികൾ റോഡിനു വേണ്ടി സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടും നടപടികൾ എങ്ങും എത്തുന്നില്ല എന്നാണ് ആരോപണം. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച 2 കലുങ്കുകൾ ഇവിടെ നോക്കുകുത്തിയായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. റോഡ് നിർമ്മിക്കാൻ സർക്കാരിൻ്റെയും നഗരസഭയുടെയും ഇടപെടൽ തേടുകയാണ് ഇവിടെ കഴിയുന്ന ആദിവാസി കുടുംബങ്ങൾ. വല്ലാത്ത കഷ്ടമാണ് പുതിയിടം അടിയ ഉന്നതിയിലെ മനുഷ്യർക്ക്. യാത്ര എന്നത് ദുഷ്കരം. ഈ ചതുപ്പുകൾ താണ്ടി വേണം ഉന്നതിയിലെത്താൻ. ഒരസുഖം വന്നാൽ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ചുമക്കണം. പുതിയിടം അടിയ ഉന്നതിയിലേക്കുള്ള വഴിയാണിത്. ഇവിടെ റോഡ് നിർമ്മിക്കാനായി സ്വകാര്യ വ്യക്തികൾ സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്.
എന്നിട്ടും റോഡുണ്ടാകുന്നില്ല. 2 കലുങ്കു മാത്രം സ്മാരകമായി നിലനിൽക്കുന്നു. ഈ കലുങ്കു നിർമ്മിച്ച വർഷം 6 നാട്ടുകാർ. പ്രദേശത്തെ ഭൂവുടമയായ പുതിയടം ജ്യോതിപ്രസാദും സഹോദരൻ രമേഷ് ബാബുവും റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ചതാണ്. എന്നിട്ടും റോഡ് മാത്രം ഉണ്ടാകുന്നില്ല. സ്വകാര്യ വ്യക്തികൾ അവരുടെ സ്വന്തം സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രശ്നമില്ല. ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഇതുവരെ ഒരു കാര്യവും കിട്ടിയിട്ടില്ല. നഗരസഭ 16-ാം ഡിവിഷനിലാണ് പുതിയടം ഉന്നതി. അടിവിഭാഗത്തിലുള്ള കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. 10 വർഷമായി ഇവർ റോഡ് എന്ന ആവശ്യവുമായി ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നിവേദനങ്ങൾ നൽകുന്നു. 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് വന്നാൽ ഇവരുടെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് പരിഹരിക്കപ്പെടും. ഞങ്ങൾക്ക് ഇവിടെ ഒരു റോഡും ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ മേലെ നിന്ന് താഴോട്ട് ഇറക്കണം. അതേപോലെ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേരെ സ്കൂളിലേക്ക് വിടാനും. മഴക്കാലത്ത് ഈ ചെളിയിലാണ് പിള്ളേർ പോകുന്നത്. റോഡ് നിർമ്മാണത്തിനായി 5 ലക്ഷം രൂപ പ്രാഥമിക തുകയായി വച്ചിട്ടുണ്ടെന്നും ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെന്നും കൗൺസിലർ വിപിൻ വേണുഗോപാൽ 24-നോട് പറഞ്ഞു. സ്ഥലം ആധാരം ചെയ്യാനുള്ള നടപടി വൈകിയതാണ് റോഡ് നിർമ്മാണത്തെ ബാധിച്ചത്. ഈ വരുന്ന 10-ന് ടെൻഡർ നടപടി ഉണ്ടാകുമെന്നും കൗൺസിലർ വ്യക്തമാക്കി. ഇവർ നൽകിയ നിവേദനങ്ങൾ അനവധി, എന്നിട്ടും നടപടി എങ്ങുമെത്തുന്നില്ല. അതിൻ്റെ നിരാശയുണ്ട് ഈ ഉന്നതിയിൽ ഉള്ളവർക്ക്. വേണ്ടത് പാതയാണ്. അതിനായുള്ള ഇടപെടൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അതാണ് ഒരു റോഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് അവസാനിക്കുമെന്നാണ് ആ നാട്ടുകാർ ചോദിക്കുന്നത്. അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ പരിശോധിക്കാം. 2 കലങ്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല. പിന്നെ പിള്ളേർ ഈ റോട്ടിൽ കൂടെ നടന്നപ്പോൾ സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ. ഞങ്ങൾക്ക് എന്തായാലും ഒരു റോഡ് നിർബന്ധമാണ്. കുട്ടികൾക്കും ബുദ്ധിമുട്ട്, രോഗികൾക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറേ അപേക്ഷ കൊടുത്തു, അപേക്ഷ പരിഗണിക്കുന്നില്ല. ഞങ്ങൾക്ക് ആകെ പറയാനുള്ള എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു റോഡ് കിട്ടിയാൽ വളരെ വളരെ ഉപകാരമായിരുന്നു. 8:15 ഇവിടുന്ന് ജീപ്പ് മേലെ റോട്ടിലേക്ക് വരുന്നത്. ആ വണ്ടി ഒരു ദിവസം പിള്ളേർക്ക് കിട്ടുന്നില്ല. ഈ കയറ്റം കയറി പിള്ളേർ അത്ര രാവിലെ തണുപ്പത്ത് കയറി പോകണ്ടേ. ഒരു ദിവസം വണ്ടി കിട്ടുന്നില്ല പിള്ളേർക്ക്. പകുതി പിള്ളേർ തിരിച്ചു വരുമോ, ജീപ്പ് അതിൻ്റെ പാട്ടിന് പോകും. മഴയായി കഴിഞ്ഞാൽ ഇതിൽ പോകാൻ പറ്റില്ല. ഇതിൽ ചാടി കയറി അപ്പുറത്തേക്ക് പോകണം. ഞാൻ പഠിക്കാൻ പോയ സമയം തൊട്ടേ ഞാൻ ഇതിൽ കൂടെ നടന്നാ പോകുന്നത്. റോഡും ഇല്ല, വെള്ളവും ഇല്ല. കുന്ന് കയറി വേണം സ്കൂളിലേക്ക് പോകാൻ. അത്യാവശ്യമായിട്ട് ഇവിടെ ഒരു റോഡ് വേണം. കുട്ടികളും പിന്നെ മുതിർന്നവരും പിന്നെ രോഗികൾക്കൊക്കെ ഇതിൽ കൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു റോഡ് വേണം. കൊയിലേരിയിൽ നിന്ന് നമ്മൾ കോട്ടയം ഐമനത്തേക്കാണ് പോകുന്നത്. അവിടെ കോടികൾ ചിലവാക്കി നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം പൊളിഞ്ഞു കിടന്നിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല അധികൃതർ. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷം പിന്നിടുമ്പോഴേക്കും കെട്ടിടത്തിന്റെ തറയും ഭിത്തിയും തകർന്ന നിലയിൽ തന്നെയാണ്. പരാതിയെ തുടർന്ന് അന്വേഷണങ്ങൾ നടന്നുവെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനോ സ്റ്റേഡിയം അറ്റകുറ്റപ്പണി നടത്താനോ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഇതോടെ ഐമനംകാരുടെ കായിക സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. 4 വർഷം മുൻപായിരുന്നു ഈ കാണുന്ന ഐമനത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം. കൃത്യമായി പറഞ്ഞാൽ 2021 ഫെബ്രുവരി 21-ന്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്നേ വരെ ഒരാൾക്ക് പോലും ഇത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ ഇൻഡോർ സ്റ്റേഡിയം ഇപ്പോൾ ഐമനംകാരുടെ ദുഃഖമായി മാറിയിരിക്കുകയാണ്. ഐമനം എന്ന ഗ്രാമത്തിന്റെ കായിക സ്വപ്നമായിരുന്നു ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്നത്. വർഷങ്ങളായി നാട്ടുകാർ കളിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് സ്ഥലത്ത് മിനി ഇൻഡോർ സ്റ്റേഡിയം വരുന്നതറിഞ്ഞപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ആ സ്റ്റേഡിയം അവരുടെ കായിക സ്വപ്നങ്ങളെ തകർത്ത് കളയുമെന്ന് അവർ ഒരിക്കലും കരുതിയില്ല. കിഫ്ബിയിൽ നിന്ന് ലഭിച്ച 5 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റേഡിയത്തിന്റെ തറ വിണ്ടുകീറാൻ തുടങ്ങി. പിന്നാലെ പ്രവേശന കവാടവും ചെരിഞ്ഞു തുടങ്ങിയതോടെ സ്റ്റേഡിയം അപകടാവസ്ഥയിലായി. പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റേഡിയം പിന്നീട് തുറന്നിട്ടില്ല.
സ്റ്റേഡിയം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും എഞ്ചിനീയറിംഗ് പിഴവുമാണ് സ്റ്റേഡിയത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 4 വർഷം മുമ്പ് ഇതിൻ്റെ പണി പൂർണ്ണമായിട്ടും പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഈ അയ്മനത്തെ ഒരു കായിക പ്രേമിക്കും ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് പണിയാനായിട്ട് അംഗീകൃത ഒരു കൺസൾട്ടിംഗ് ഏജൻസി ഉണ്ടായിരുന്നു, ക്ലയൻ്റായിട്ട് കായിക വകുപ്പുണ്ടായിരുന്നു, അംഗീകൃത കരാറുകാരനുണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെ ഒരേക്കർ സ്ഥലത്ത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവരെല്ലാവരും കൂടി അഴിമതി നടത്തി പിരിയുകയാണ് ഉണ്ടായത്. തുറക്കും മുൻപേ സ്റ്റേഡിയം തകർന്നതോടെ പരാതികളും ഉയർന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളും പരിശോധനകളും നടന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. അഴിമതിയുണ്ടെന്നാരോപിച്ച് നാട്ടുകാർ നൽകിയ വിജിലൻസ് പരാതിയും വെറുതെയായി. ഇപ്പോൾ ഒരു ശവപ്പറമ്പ് പോലെ ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുകയാണ് അയ്മനത്തെ മിനി ഇൻഡോർ സ്റ്റേഡിയം. അന്വേഷണങ്ങൾ പലത് നടന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അറ്റകുറ്റപ്പണി നടത്തിയാൽ ഈ സ്റ്റേഡിയം ഇനിയും ഉപയോഗിക്കാനാകുമെന്നാണ് ചില വിദഗ്ധർ പറയുന്നത്. പക്ഷേ അതിനുള്ള നടപടികളും എങ്ങുമെത്തിയില്ല. എന്തായാലും അയ്മനംകാരുടെ കായിക സ്വപ്നങ്ങൾ ദാ ഇങ്ങനെ കാടുകയറി നശിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ബിപിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ സ്റ്റേഡിയം ഉടൻ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കണമെന്നാണ് അയ്മനംകാർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം. അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ നോക്കാം. ഫുട്ബോള്, ക്രിക്കറ്റ് എല്ലാം ഇവിടെ തന്നെ കളിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾ ഇപ്പോൾ കളിക്കാൻ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ വെളിയിൽ ചെറിയ കോർട്ടൊക്കെ ഉണ്ടാക്കിയാണ് കളിക്കുന്നത്. കല്ലിട്ടപ്പം തൊട്ട് ഞങ്ങൾ ഓരോ സ്റ്റേജും നമ്മളിങ്ങനെ എണ്ണി ആവേശത്തോടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന പ്രതീക്ഷയിലൂടെ ഇങ്ങനെ ഞങ്ങൾ ഇത് നോക്കി കാണുകയായിരുന്നു. അഞ്ചാമത്തെ വയസ്സ് തൊട്ട് ഇവിടെ ഓടിക്കളിച്ച് വളർന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങോട്ട് ഒരു രക്ഷയില്ലാതായി. ഇവിടെ ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ടായിരുന്നു, അത് ടൂർണമെൻ്റ് ഒക്കെ സംഘടിപ്പിച്ചിട്ടിരുന്നു, ഒക്കെ നിന്നു. കുറേ നാളായിട്ട് കളിക്കാതിരുന്ന് ഭയങ്കര മടുപ്പായി. പിന്നെ ഇവിടെ എല്ലാവരും വന്നുകൊണ്ടൊക്കെ ഇരുന്നാ. പിന്നെ അവിടെയൊക്കെ ആയിട്ടൊരു ഫുട്ബോളിനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കളിക്കാൻ സ്ഥലമൊന്നുമില്ല, ഇവിടെ മാത്രമേ ഉള്ളായിരുന്നു. അത് പിന്നെ ഇങ്ങനെ കാട് പിടിച്ചു പോയതുകൊണ്ട് കളിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെയായിരുന്നു നേരത്തെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ കാടെല്ലാം പിടിച്ച് പിന്നെ ഈ സ്റ്റേഡിയം ആണത്, അതുകൊണ്ട് ഇവിടെ സ്ഥലമൊന്നുമില്ല കളിക്കാൻ. പിന്നെ ഇവിടെ കളിക്കാനായിട്ട് വേറെ സ്ഥലമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ നേരത്തെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ഇപ്പോൾ കളിക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പോഴിതാ അബ്രഹാം തോമസ് പറയുന്നു, കേരളത്തിന് കേന്ദ്രത്തിന്റെ ധനസഹായം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ലോട്ടറി അടിക്കുന്നത് പോലെയാണ്, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും എന്നത് അതൊരു രാഷ്ട്രീയ വിമർശനം കൂടിയാണ്. അതുപോലെ അരിക്കൊമ്പൻ എവിടെ, ഒരു വിവരവും ഇല്ലല്ലോ എന്നാണ് ഷിമോജ് രാജ് ചോദിക്കുന്നത്. അരിക്കൊമ്പൻ നമ്മളതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുതിയ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഒരാൾ ദിലീപ് PC പറയുകയാണ്, വയനാട് തിരുനെല്ലി പഞ്ചായത്തിലെ ബേഗൂർ പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യത വളരെ കുറവാണ്. പുറം ലോകവുമായി പ്രദേശത്തുകാർക്ക് ബന്ധപ്പെടാൻ വളരെ പ്രയാസമാണ് എന്ന് പറയുന്നു. നമുക്കത് അന്വേഷിക്കാം, അവിടുത്തെ എന്താണ് സാഹചര്യം എന്നുള്ളത് പരിശോധിക്കാം. നമുക്ക് ജോസ്വിൻ ചോദിക്കുന്നു, കാലാവസ്ഥാ വാർത്തകളുണ്ടോ? എന്തൊരു ചൂടാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ പകൽ താപനില ഒരുപക്ഷെ 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫെബ്രുവരിയുടെ തുടക്കത്തിലായതേ ഉള്ളൂ. അപ്പോഴേക്കും കനത്ത ഒരു വരൾച്ചയ്ക്കൊക്കെ അതിൻ്റെയൊക്കെ ഒരു ആശങ്ക നമ്മളുടെ മുന്നിലുണ്ട്. അതൊരു മുന്നറിയിപ്പാണ് ഈ പകൽ താപനില എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സ്റ്റീം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പൽ, ലോക്കോമോട്ടീവ് എന്നിവയാണ് സ്റ്റീമർ എന്ന് പറയുന്നത്. ഇവിടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകുന്നത് സ്റ്റീം ജനറേറ്റർ അഥവാ ബോയിലർ ആയിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ സ്റ്റീമർ എന്ന് പ്രയോഗിക്കരുത് എന്നാണ് രാമചന്ദ്രൻ KK അദ്ദേഹം അത് പറയുന്നുണ്ട്. ഇത് സ്റ്റീമർ അല്ല, ഇത് സ്റ്റീം ജനറേറ്റർ എന്ന് പറയുക, അല്ലെങ്കിൽ ബോയിലർ ആയിരിക്കാം, ഇതായിരിക്കും, സ്റ്റീമർ അല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അത് നേരത്തെ പലരും പറയുന്നുണ്ടായിരുന്നു, അത് ആ പ്രയോഗം തെറ്റാണ്. ബോയിലറാണ് പൊട്ടിത്തെറിച്ചത്, സ്റ്റീമർ എന്ന് പറയുന്നത് തെറ്റാണെന്ന് വേറൊരാൾ ദേവൂട്ടി വിജയ് എന്നൊരു ഐഡിയയിൽ നിന്നൊരാൾ കൂടി അത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ വിവിധ വാർത്തകളിൽ നമ്മൾ നൽകിയ റിപ്പോർട്ടുകളിലുള്ള പ്രതികരണങ്ങൾ, കമൻറ്റുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലതിലൂടെയും അടുത്ത ഘട്ടങ്ങളിലും അടുത്ത സമയത്തൊക്കെ പോകാം. ഇപ്പോൾ ഒരു പ്രധാന റിപ്പോർട്ട് വരുന്നുണ്ട്. തിരുവനന്തപുരം അമരവിളയിൽ വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് കുഴിയിൽ വീണ വയോധികയ്ക്ക് ഗുരുതര പരിക്കേറ്റു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. തൃക്കണ്ണാപുരം സ്വദേശിയായ ശാന്തകുമാരി അമ്മയ്ക്കാണ് പരിക്കേറ്റത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും. ജയശങ്കർ, ഗുരുതരമായ പരിക്കേറ്റ് ഉണ്ടോ? എന്താണ് വിവരങ്ങൾ? ആശുപത്രിയിലേക്ക് മാറ്റിയോ?
കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? അതായത് വിജയകുമാർ, തൃക്കണ്ണാപുരം സ്വദേശിനി ശാന്തകുമാരി അമ്മയാണ് വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് കുഴിയിലേക്ക് വീണത്. അല്പസമയം മുമ്പായിരുന്നു ഈ അപകടം. മകൻ പുതുതായി പണിയുന്ന വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് കുഴിയിലേക്കാണ് ഇവർ കാല് തെറ്റി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 15 അടിയോളം താഴ്ചയുള്ളതാണ് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴി. എന്തായാലും അപകടത്തിൽ ഇവരുടെ കാലിനും കൈക്കും ഉൾപ്പെടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് അല്പം സാരമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇവരെ അടുത്തുള്ള നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ വെച്ച ചികിത്സ നൽകുകയാണ്. ഈ മകൻ വീട് പണിയുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നത്. അങ്ങനെ ഈ വീടൊക്കെ കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തിയതാണ്. ഈ ഘട്ടത്തിലാണ് കാലുവഴുതി ഈ ഒരു കുഴിയിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ ഉടൻ തന്നെ ഈ ഫയർഫോഴ്സ്, നെയ്യാറ്റിൻകര ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിക്കൊണ്ടാണ് ഇവരെ കുഴിയിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അത്ര ഗുരുതരമായ അവസ്ഥയിലെങ്കിൽ പോലും കാലിലും കൈക്കുമൊക്കെ സാരമായ പരിക്കുകളുണ്ട്. ഇവർ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. വിജയകുമാർ. യെസ്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. വയോധിക ചികിത്സയിലാണ്, ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ചൂടിൻ്റെ കാര്യം ചോദിച്ചിരുന്നല്ലോ നേരത്തെ. അതിൻ്റെ കാലാവസ്ഥാ റിപ്പോർട്ട് ഇതാണ്. ഇന്നും നാളെയും ചൂട് കൂടും. സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ ഒരുപക്ഷെ അത് 3-4 ഡിഗ്രി സെൽഷ്യസ് വരെ പകൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പകൽ ഈ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്നവർ അതിൽ മുൻകരുതലുകൾ സ്വീകരിക്കണം. 3 മണിവരെയൊക്കെ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന ജോലികളിൽ നിന്ന് പരമാവധി മാറി നിൽക്കണം എന്നൊക്കെയാണ് വരുന്ന മുന്നറിയിപ്പ്. അപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശം കൂടി എല്ലാവരും പാലിക്കണം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് വ്യാജ വെളിച്ചെണ്ണ വ്യാപകമെന്ന് പറയുകയാണ് കേരഫെഡ്. കേരഫെഡിന്റെ പേരിനോട് സാദൃശ്യമുള്ള രീതിയിലാണ് വിപണിയിൽ വ്യാജന്മാർ എത്തുന്നതും അത് കൈയടക്കുന്നതും. വിപണിയിൽ ലഭിക്കുന്ന 20% വെളിച്ചെണ്ണയും വ്യാജമാണ് എന്ന് കേരഫെഡ് ചെയർമാൻ വി ചാമുണ്ണി പറഞ്ഞു. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടും ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടും നിരവധി പരാതികൾ പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കേരഫെഡും വെളിച്ചെണ്ണയിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ വാഴുന്നു എന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് വ്യാജ വെളിച്ചെണ്ണ ബ്രാൻഡുകൾ വ്യാപകമാണ്. കേരഫെഡിന്റെ ബ്രാൻഡായ കേരയുടെ പേരിന് രൂപസാദൃശ്യമുള്ള വ്യാജന്മാരാണ് കൂടുതൽ. നിലവിൽ കേര വെളിച്ചെണ്ണകൾക്ക് വില കൂട്ടിയിരുന്നു. ഈ സാഹചര്യം മുതലാക്കി കൂടുതൽ വ്യാജന്മാർ വിപണിയിലെത്തിയെന്നും കേരഫെഡ് ചെയർമാൻ വി ചാമുണ്ണി. സമാനമായ പേരോടുകൂടി സ്വകാര്യ കമ്പനികളുടെ കൃത്രിമമായിട്ടുള്ള വ്യാജ വെളിച്ചെണ്ണയൊക്കെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വില കുറച്ചു വെക്കുന്നുണ്ട് അവർ. അതിൻ്റെ കാരണം മോശമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തി വില കുറച്ചു വെക്കുകയാണ്. പലരും വ്യാജ ബ്രാൻഡ് തിരിച്ചറിയാതെ വെളിച്ചെണ്ണ വാങ്ങുന്നു. സംസ്ഥാനത്ത് 40% മാർക്കറ്റ് ഷെയറാണ് കേരയ്ക്കുള്ളത്. പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്നതിനാൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് പരാതി നൽകി. പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് എന്നുള്ളത് കൊണ്ട് ഈ വ്യാജന്മാരുടെ പ്രചരണത്തെ, വ്യാപനത്തെ തടയണം, നേരിടണം. നിലവിലെ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വില കുറച്ച് നൽകാനാകില്ല. കിലോഗ്രാമിന് 150 രൂപയാണ് കൊപ്രയ്ക്ക് നൽകുന്നത്. ഇതാണ് വില കൂട്ടാൻ കാരണമെന്നും കേരഫെഡ് ചെയർമാൻ വ്യക്തമാക്കി. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലീഗൽ മെട്രോളജി വകുപ്പുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിച്ച് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജീവനക്കാർ എവിടെയാണ്? അവരെന്തുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണയിൽ മായം ചേർന്ന എന്നറിഞ്ഞിട്ടും അതിൽ ഇടപെടാത്തത്? വ്യാജ കേരഫെഡിൻ്റെ ഒക്കെ വ്യാജ പേരിലൊക്കെ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് അവർ അത് പരിശോധിക്കാത്തതെന്ന് ചോദിക്കുന്നു എല്ലാവരും. ജോസ്വിൻ ചോദിക്കുന്നു, സൗദി മലയാളി വ്ളോഗർ ചോദിക്കുന്നു, പലരും ആ കാര്യം ചോദിക്കുന്നുണ്ട്, അഷ്റഫ് ചോദിക്കുന്നു. എല്ലാവരും ആ കാര്യം പറയുകയാണ്. അപ്പോൾ അതിൽ ഒരു ഇടപെടൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇന്നത്തെ സ്വർണ്ണവില പരിശോധിക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൻ സ്നേഹത്തിൽ സ്പർശ.